നമസ്തേ. ഹിന്ദു ധർമ്മത്തെയും അതിന്റെ ആശയങ്ങളെയും അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് എന്നും അത്തരം പരിഷ്കാരങ്ങളാണ് നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ മഹാഭാരതത്തെയും ഇകഴ്ത്തി സംസാരിച്ചു. ഹിന്ദു ധർമ്മത്തെയും അതിന്റെ ആശയങ്ങളെയും അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എല്ലാം തന്നെ. 92ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശങ്ങൾ എല്ലാം. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. സനാതന ധർമ്മത്തെ വെല്ലുവിളിക്കാനാണ് ഗുരു ശ്രമിച്ചത് എന്നും ആ ധർമ്മത്തെ ഉടച്ചു വാർക്കാൻ ശ്രമിച്ച സന്യാസി വര്യനായിരുന്നു അദ്ദേഹം എന്നും പിണറായി പറഞ്ഞു. സനാതനധർമ്മം ചാതുർവർണ്ണയത്തിൽ അടിസ്ഥിതമാണ്. ഇതിനെ വെല്ലുവിളിക്കാനാണ് ഗുരു ശ്രമിച്ചത് എന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ഗുരു എങ്ങനെ സനാതനധർമ്മത്തിന്റെ വക്താവാകും എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. അതേസമയം ഇതിഹാസകൃതിയായ മഹാഭാരതത്തെ ഇകഴ്ത്താനുള്ള ശ്രമങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഗോത്രവർഗ വ്യവസ്ഥ പിന്മാറി വർണ്ണവ്യവസ്ഥ വന്ന ഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് മഹാഭാരതം എന്നും ഇതിലും ധർമ്മം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല എന്നും ധർമ്മയുദ്ധം നടത്തി എന്ന് പറയുന്ന ധർമ്മപുത്രൻ ഉടലോടുകൂടി സ്വർഗത്തിൽ ചെന്നു, അപ്പോൾ അധർമ്മത്തിന്റെ യുദ്ധം നടത്തി എന്ന് ആരോപിക്കപ്പെട്ട ദുര്യോധനെ കാണുന്നു എന്നും ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പോകുന്നത്. തിരുവിതാംകൂർ രാജവംശത്തെയും ഹൈന്ദവ ധർമ്മത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലും മുഖ്യമന്ത്രി പ്രസംഗിച്ചു. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ നടത്തിയ പരിഷ്കാരങ്ങളും സനാതന രാഷ്ട്രം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് പഴയകാല ബ്രാഹ്മണ്യാധിപത്യത്തിന്റെ രാജവാഴ്ച കാലമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സനാതന ഹിന്ദുത്വം എന്തോ മഹത്വവും അഭിമാനകരവുമാണ് എന്നാണ് ധാരണ. ഹിന്ദുത്വത്തെ ഉയർത്തിക്കാട്ടാനായി ഉപയോഗിക്കുന്ന വാക്കാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അത്ര ശ്രേഷ്ഠമായ വാക്യം മുന്നോട്ട് വച്ചത് ഹിന്ദുത്വം മാത്രമല്ലേ എന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. സന്യാസിമാരെ വേദിയിലിരുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരിഹാസ പ്രസംഗം അത്രയും. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവല്ല എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യാഖ്യാനത്തിന് അതേ വേദിയിൽ തന്നെ SNDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മറുപടി നൽകിയത് ശ്രദ്ധേയമായി. മറ്റേതൊരു മൂർത്തിയെയും പോലെ തന്നെ നമ്മുടെ ആരാധനാമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നും അതിന്റെ പേരിൽ വിമർശിക്കുന്നവർ ഉണ്ടാകാം. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. സനാതനധർമ്മ പ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ട്. തത്വമസി, അത് നീ തന്നെയാകുന്നു എന്നാണ് വേദം പറയുന്നത്. നിർവചിക്കുന്നതിനും അതീതമാണ് ഗുരുദേവൻ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. 92ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ അവഹേളന പരാമർശങ്ങൾ അത്രയും.